നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിഷുവാണ്. കേരളത്തിലെ മലയാളികളുടെ വളരെ പഴക്കം ചെന്ന ഒരു ഉത്സവമാണ് വിഷു. പുതുവർഷത്തെ സൂചിപ്പിക്കുന്ന ഈ വിഷുദിനത്തിൽ ഫോക്കസിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് 45 വർഷമായി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീധരൻ മാഷാണ്. നമസ്കാരം മാഷ്. നമസ്കാരം. വളരെ സന്തോഷം ഈ വിഷുദിനത്തിൽ മാഷെ പോലുള്ള ഒരാൾ നമുക്ക് അതിഥിയായി ലഭിച്ചതിൽ. ശരിക്കും ഇതിപ്പോൾ ഒരു പ്രദേശത്തിന് തൊട്ടേക്കാട് എന്നല്ലേ പറയുന്നത്? ഏതാണ്ട് വാണിയമ്പലത്തിൽ നിന്ന് എത്ര ദൂരം ഉണ്ടാവും? ഒരു 7 കിലോമീറ്റർ 6-7 കിലോമീറ്റർ. സാർ ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ ഇപ്പോൾ വീട് വെച്ചതാണ്. ശരിക്ക് കാക്കപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കരളായി പഞ്ചായത്തിലാണ് ശരിക്കും വീട് സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അപ്പം സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കാക്കപ്പൊയിലാണ് ഉണ്ടായിരുന്നത്? സ്കൂൾ വിദ്യാഭ്യാസം ശരിക്ക് UP LP ഒക്കെ ചേലോട് സ്കൂളിൽ, പിന്നെ ഹൈസ്കൂള് കരളായി ഹൈസ്കൂൾ. അവിടുന്ന് വീടിന്ന് കുറച്ച് പോയാൽ മതി. ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് മമ്പാട് കോളേജ്, MS മമ്പാട് കോളേജിലായിരുന്നു കോളേജ് ചെയ്തത്. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് മമ്പാട് കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പ്രീ ഡിഗ്രി വരെ പോയിട്ട്. ശരി. എന്ത് ഗ്രൂപ്പ് എടുത്താൽ പഠിച്ചത്? തേർഡ് ഗ്രൂപ്പ്. ഓക്കെ. ഇപ്പോൾ ഈ സംഗീത രംഗത്തേക്ക് സാധ്യം മാഷിങ്ങനെ 40-45 വർഷമായിട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളോട് ഏത് പ്രായത്തിലാണ് സാറ് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി വരുന്നത്? അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഇതിലേക്ക് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഉണ്ട്. അതിന് മുന്നൊക്കെ ഈ UP സ്കൂളിൽ പഠിക്കുമ്പോഴും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പാടാനൊക്കെ പോലുണ്ട്. ഒരു അലിക്കാരനൊരു ഡോക്ടർ ഉണ്ട്, അയാളാണ് എന്നെ ശരിക്കും പാട്ടുകാരനായിട്ട് രംഗത്ത്. പിന്നെയാണ് ഈ കൊട്ടൊരു ഭ്രാന്തായിരുന്നു, അതിലേക്ക് പിന്നെ മാറിയത്. ഇപ്പൊ സാധാരണ ആ പ്രായത്തിലൊക്കെയാണ് നമ്മൾ ഡെസ്കിന്റെ മുകളിൽ കൊട്ടലാണല്ലോ. ഡെസ്കിന്റെ മുകളിൽ കൊട്ടിപ്പാട് ഹൈസ്കൂൾ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഡെസ്കിന്റെ മുകളിൽ പാടും കുറെ ക്ലാസ്സിലായിരിക്കും. അതെ അതെ. അത് പ്രോത്സാഹിപ്പിക്കാൻ അന്നത്തെ അധ്യാപകരൊക്കെ തയ്യാറായിരുന്നു. അതെല്ലാം പറയുന്ന അധ്യാപകരൊക്കെ സപ്പോർട്ടിങ്. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് തുടക്കം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ പറ്റി പറഞ്ഞല്ലോ. അത് ഡോക്ടർ അലിക്കാസ് എന്ന് പറഞ്ഞ ആളാണ് ശരിക്കും ഇതിലേക്ക് അദ്ദേഹം ഡോക്ടറുമാണ്, സംഗീതാസ്വാദകനാണ്. അദ്ദേഹം ശരിക്കും ഹാർമോണിസ്റ്റും പാട്ടുകാരനൊക്കെയാണ്, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ഡോക്ടറാണ്. പഴയ കാലത്ത് അയാള് പിന്നെ ഈ നാടകങ്ങൾക്കും എല്ലാത്തിനും സ്കൂളിലെ വാർഷികങ്ങൾക്കൊക്കെ പെട്ടി വായിക്കാനും ഹാർമോണി വായിക്കാനും പാടാനും നാടകങ്ങൾക്കൊക്കെ പാട്ടുകളൊക്കെ അയാളെ പാടുക ഒരു കാലത്ത്. അദ്ദേഹം ഇതുമായിട്ട് എങ്ങനെ പരിചയമാവുന്നത്? അയാളെ വീടിന്റെ അടുത്താണ്, അയാളെ വീട് അയൽവാസികളാണ്. അപ്പൊ അദ്ദേഹമാണ് വാസ്തവത്തിൽ രംഗത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തോട് വലിയൊരു കടപ്പാടുണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം? എങ്ങനെയായിരുന്നു അദ്ദേഹം, എന്താണ്, ഏത് രീതിയിലാണ് നിങ്ങളെ സഹായിച്ചത്? അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അന്ന് ഡോക്ടർ ആയിട്ടില്ല, അന്ന് ഡോക്ടർ ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ അന്ന് ഇടയ്ക്ക് ഞങ്ങള് മൂപ്പര് ഹാർമോണിയം വായിച്ചിട്ട് ഇടയ്ക്ക് കൂടും. ഓരോ വീടുകളിൽ ഇങ്ങനെ ഇന്നിപ്പോൾ ഒരു വീട്ടിൽ പരിപാടി നടത്തുമ്പോൾ നാളെ വേറെ വീട്ടിലായിരിക്കും മൂപ്പര് ഹാർമോണിയം മെഹഫിൽ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൂപ്പര് എന്തെങ്കിലും കൊട്ടാനൊരു ഉപകരണം ചോദിക്കുമല്ലോ, കൊടോ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരും എനിക്ക് കൊട്ടാൻ. ഞാൻ 7 8 ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഞാൻ ആ കുടത്തിൽ താളം വായിക്കും, പാടും ചെയ്യും. അങ്ങനെ. അപ്പൊ കൊടാണ് ആദ്യത്തെ ഇൻസ്ട്രുമെന്റ് അല്ലേ? കൊടവും ഡെസ്കൊക്കെയാണ് ആദ്യത്തെ ഇൻസ്ട്രുമെന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എങ്ങനെ, എത്ര കാലം ഡോക്ടറുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെ തുടർന്നു പോയി? ഒരുപാട് വർഷം പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ശരിക്കും പിന്നെ ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. പ്രൊഫഷണലായിട്ട് അല്ലാത്തൊരു സീരിയസ് ആയിട്ട് എടുത്തു അല്ലേ? അപ്പൊ ആദ്യം പഠിച്ച ഇൻസ്ട്രുമെന്റ് എന്താണ്? ആദ്യം ശരിക്കും ട്രിപ്പിൾ ഡ്രമ്മാ പഠിച്ചിട്ടുള്ളത്. ട്രിപ്പിൾ ഡ്രമ്മ കോളേജിൽ നിന്ന് സ്റ്റൈഫൻഡ് കിട്ടിയിട്ട് ഒരു ഡ്രം വാങ്ങി, തൃശ്ശൂരിന്നാ വാങ്ങിയത് ഡ്രം. അതിനു വേണ്ടി ആ പൈസ കൊണ്ട് തികച്ചില്ല, പക്ഷെ എങ്കിലും വാങ്ങി. അന്ന് ഒരു തൃശ്ശൂർ മാംഗ്ലൂർ മ്യൂസിക് സ്റ്റോർ ഉണ്ട്, അവിടുന്ന് വാങ്ങിയത്. ശരി. അതാണ് ആദ്യത്തെ ഇൻസ്ട്രുമെന്റ്. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അത് നമുക്കുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു കഴിവില്ല, അതിനിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ആ ട്രിപ്പിൾ ഡ്രം ഉപയോഗിച്ചിട്ട് പൊതുവേദിയിലോ സ്റ്റേജിലോ ഒരുപാട് വർഷങ്ങൾ. പിന്നെ ആ ട്രിപ്പിൾ ഡ്രം ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് വേദികളിൽ അന്ന് വായിച്ചില്ല. അത് വായിക്കുന്ന കാലത്താണ് ഞാൻ RK മേലത്തിൻ്റെ കൂടെ മാജിക്കിന് പിന്നണി വായിക്കാൻ കുറേ കാലങ്ങൾ പോയിട്ടുണ്ട്. അല്ല, അപ്പം അത് ഈ ട്രിപ്പിൾ ഡ്രം പഠിപ്പിച്ച് തരാൻ ആരും ഉണ്ടായിട്ടില്ല? ട്രിപ്പിൾ ഡ്രം അന്ന് പഠിപ്പിച്ച് തരാൻ ആരും ഇല്ലാതെ കുറച്ച് അതിൻ്റെ കുറച്ച് കൈകളും ഈ കുടത്തിൽ കൊട്ടിയ പരിചയം വെച്ചാണ് ട്രിപ്പിൾ ഡ്രം പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ? പിന്നെ അതിൻ്റെ കുറച്ച് കൈകളൊക്കെ പറഞ്ഞു തന്നത് തബല വായിക്കുന്ന സുകുമാർ മാഷുണ്ട് കോഴിക്കോടുള്ള, മൂപ്പര് ചേമഞ്ചേരിയാണ്. അവർ ഇവിടേക്ക് നിലമ്പൂരിലേക്ക് വന്നിട്ട് പിന്നെ കുറച്ച് ക്ലാസ്സിന് അയാളുടെ അടുത്ത് പോയി ഞാൻ. അങ്ങനെയാണ് അതിൻ്റെ ആദ്യ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അതുമാണ്. ഈ ഡ്രമ്മിൻ്റെ താളം പഠിപ്പിച്ചില്ല ആദ്യ ഗുരു അദ്ദേഹമാണ്.
അപ്പം അത് കഴിഞ്ഞിട്ട് ആ ട്രിപ്പിൾ ഡ്രം വെച്ചിട്ട് ഒരുപാട് പരിപാടികളിൽ ഇതിലൊക്കെ പങ്കെടുത്തു ഒരുപാട് പാടും. അല്ലേ? മാഷ് ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് ഞാൻ കേട്ടത് ജാസ് കിറ്റിലാണ് ഓക്കെ ഓക്കെ. അല്ലേ? അത് എത്ര വർഷമായിട്ട് ജാസ് കിറ്റ് ഉപയോഗിക്കുന്നുണ്ട്? ജാസ് കിറ്റ് ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് അത്രയും ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ആ ആ ആ ആ. അത് ഞാൻ പഠിക്കാൻ അന്നത്തെ കാലത്ത് പഠിക്കാൻ പോയത് പ്രേമൻ എന്ന് പറയും, കോഴിക്കോട് പ്രേമൻ, പുതിയ അറിയില്ലായിരുന്നു, പ്രേമൻ്റെ അടുത്ത് ക്ലാസ്സിൽ പോയിരുന്നു. അപ്പോൾ ഇതിൽ ഈ ട്രിപ്പിൾ ഡ്രം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണോ ഈ ജാസ് കിറ്റ്? ആ, അത് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടുപേരെ പോലെ തന്നെയാണ്. റിതത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും സമന്മാരാണല്ലോ, ആർക്കും കൂടുതലില്ലല്ലോ. അതെ അതെ അതെ. എല്ലാവരും സമന്മാരാണ്. അപ്പോൾ നമുക്ക് പ്രയോഗിക്കുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മാഷിൻ്റെ ജാസ് കിറ്റിൽ ഒരു വെസ്റ്റേൺ സാധനം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ. ഇപ്പോൾ ഈ ജാസിൽ ഈ കുറേ ഇതാണല്ലോ ഇപ്പോൾ ഈ കാണുന്നത്, കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇത് പ്രവർത്തിക്കണമെങ്കിൽ കൈ, കാല്, മനസ്സ് എല്ലാത്തിൻ്റെയും ഒരു സമന്വയിച്ചിട്ടുള്ളൊരു സംഗതിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിവരിച്ചു കൊടുക്കാൻ പറ്റും? ജാസ് ഡ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും 7 പീസാണ് ഉള്ളത്. അതായത് ബേസ്, സ്നെയർ, ടോം, ഫ്ലോർ ഡ്രം, പിന്നെ റൈറ്റ് സിമ്പിൾ, ക്രാഷ് സിമ്പിൾ, അങ്ങനെ സിമ്പിൾസുകൾ ഉണ്ടാവും, ഹൈ ഹാറ്റ്സ്, ഇത്രയുണ്ട്. അത്രയും സംഗതികൾ ചേർന്നതാണ് ഈ കിറ്റ്. ഒരു കിറ്റ്. ഓക്കെ. അപ്പം നമുക്ക് മാഷിൻ്റെ ഒരു വെസ്റ്റേൺ സാധനം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വായിച്ചു കൊടുക്കാം. ഓക്കെ. എങ്ങനെയായിരുന്നു അച്ഛൻ, എന്തായിരുന്നു ജോലി? അച്ഛൻ എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛനെ അമ്മേനെ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓ ശരി. അപ്പോൾ ഞാൻ പിന്നെ ചെറുപ്പം മുതലേ അമ്മേൻ്റെ അടുത്താണ്. പിന്നെ അമ്മയും ഞാനും മാത്രമേ ഉള്ളായിരുന്നു. അമ്മയാണ് പിന്നെ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്. ഇപ്പോൾ കുട്ടിക്കാലം നല്ലൊരു മധുരമായ ഓർമ്മകളില്ല, പ്രയാസം നിറഞ്ഞ ഓർമ്മകളുണ്ട്, ഇല്ല എന്നല്ല, എങ്കിലും പ്രയാസം തന്നെ. അമ്മക്ക് ഒരു നിങ്ങൾ മാത്രമേ ഉള്ളൂ കുട്ടി? അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റ. ഓക്കെ ഓക്കെ. അമ്മ ശരിക്കും അന്നത്തെ കാലത്ത് കൂലിപ്പണിക്ക് പോയിട്ട് അങ്ങനെ അമ്മേനെ ഞാനും സഹായിക്കാനൊക്കെ പോകും. പക്ഷെ അമ്മ വേറൊരു വിവാഹത്തിനും തയ്യാറായി? ഇല്ല. നിങ്ങളെ വളർത്തിയെടുക്കാന്നുള്ളൊരു ബോധം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓ ശരി. അതോട് നിങ്ങൾക്ക് വേണ്ടി ജീവിതത്യാഗം ചെയ്ത ഒരു അമ്മയാണ്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? അമ്മയെക്കുറിച്ച് ഓർമ്മകൾ പറഞ്ഞാൽ നല്ലൊരു ഓർമ്മ തന്നെയാണ്. എന്നെ അത്രയും വളർത്തി ഉണ്ടാക്കിയില്ലേ, അപ്പം ഇതിനെ വലിയൊരു കാര്യമാണ്, എനിക്ക് എന്നും ഓർക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. മാഷ് ഏത് പ്രായത്തിലാണ് അമ്മ മരിക്കുന്നത്? അമ്മ ഇപ്പോൾ ഒരു 15 വർഷം മുന്നേ മരിച്ചിട്ടുണ്ട്. ഒരു 15 വർഷമായി ഉണ്ടാവും. അപ്പം ഈ ഒരു പൊസിഷനിൽ മാഷ് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഇങ്ങനെ വന്നതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്? അങ്ങനെ ഉണ്ട്, കുറേയൊക്കെ ഉണ്ട്, പരിചയമുണ്ട്. വിവാഹമൊക്കെ ഏത് വർഷത്തിലായിരുന്നു? വിവാഹം ഒരു പിന്നെ 88 അവരെന്താണ്, മ്യൂസിക് ടീച്ചറാണോ? 87-ലാണ്. മ്യൂസിക് ടീച്ചറല്ല, അവർക്ക് പിന്നെ കലാപരമായിട്ട് പാടും, ഡാൻസൊക്കെ ചെയ്യാന്ന്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ നിലമ്പൂരിൽ ഇന്ദിരാ ടീച്ചറെ കൂടെയൊക്കെ വായിക്കാൻ പോകുന്ന കാലത്ത് ആ ടീച്ചർ ശിഷ്യയാണ് അവിടെ. അങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാ. അങ്ങനെ അവിടുന്ന് അല്ല, ഇവിടെ നാട്ടുകാർ തന്നെയാണ്, പരിചയമുണ്ട്. പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് അവർക്ക് ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴേ എല്ലാ വർഷം ഈ
ആനുവൽ ഡേക്കും അതേപോലെ മത്സരത്തിനൊക്കെ വായിക്കാൻ ഞങ്ങളാണ് ഉണ്ടാവുക ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു പ്രേമവിവാഹമാണ്. അങ്ങനെ പറയാം. അപ്പോൾ എത്ര നാൾ പ്രേമിച്ച് നടന്നു? അങ്ങനല്ല, ഒരുപാട് വർഷമൊന്നുമില്ല, എന്തായാലും കുറച്ച് കാലം അല്ലേ? കുറച്ച് കാലങ്ങളേ ഉള്ളൂ. എന്തായാലും മാഷ് ഭാഗ്യം ചെയ്ത ഒരാളാണ്. കാരണം അവനാൻ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇത് കൂടാതെ മാഷിപ്പോൾ ഈ വായിക്കുന്ന മറ്റ് ഇൻസ്ട്രുമെന്റിൽ ഒന്ന് തുമ്പയാണ് അല്ലേ? ഡ്രംസ്, കോങ്കോ ഡ്രംസ്, തുമ്പ, ബോങ്കോസ്, അതൊക്കെ. തുമ്പ ശരിക്ക് ഒരു നമ്മളെ നാട്ടിലൊരു ഇൻസ്ട്രുമെന്റ് അല്ലല്ലോ, അത് ശരിക്കും ആഫ്രിക്കൻ ആണത്. ആഫ്രിക്കൻ ഇൻസ്ട്രുമെന്റ്. കോങ്കോ ഡ്രംസും അതൊക്കെ ആഫ്രിക്കൻ ഇൻസ്ട്രുമെന്റ്സ് തന്നെ പറയാം. ആഫ്രിക്കക്കാരെ അതിലെ കോങ്കോ ഡ്രംസ് എന്നാ പറയാ, തുമ്പ അതൊക്കെ പറയാം, ബോങ്കോസ്. അപ്പൊ അതും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്? അല്ല, അതും ആവശ്യമുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്. അധികം ഇപ്പോൾ ആൾക്കാർക്കും ഇതാ വേണ്ടത്, ജാസ് ഡ്രം ഇങ്ങനെയുള്ള. ഇപ്പോൾ അതിന്റെ തന്നെ ഇലക്ട്രോണിക്സ് ഉണ്ടല്ലോ, റിതം പാഡ് ഉണ്ട്, ഇലക്ട്രിക് ജാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. മാഷ് ഉപയോഗിക്കുന്നത് മാനുവൽ ആണ്? മാനുവൽ. അപ്പൊ അതൊന്ന് നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ. മാഷിപ്പോൾ ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലെ? മെയിനായിട്ട് അതല്ലേ ചെയ്യുന്നത് അല്ലേ? പ്രൊഫഷനായിട്ട് ചെയ്യുന്നത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. അതെ, പ്രോഗ്രാമിനും പോകും. എവിടെയൊക്കെയാണ് ക്ലാസ് നടത്തുന്നത്? ഞാനിപ്പോൾ ഒരു 9 സെന്ററിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പം നിലമ്പൂരിൽ നമ്മളെ ചന്തക്കുന്നിൽ നമ്മളെ സ്ഥാപനമുണ്ട്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ദേവഗിരി കോളേജ് ഉണ്ട്, അവിടേക്ക് കയറണം, അവിടെ ക്ലാസ് ഉണ്ട്, കലാനികേതൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കരുവാരുണ്ടിലുണ്ട്, പെരിന്തൽമണ്ണ ഉണ്ട്. ഈ കലാനികേതനൊക്കെ മാഷ് സ്വന്തമാണോ? അല്ല, അവിടെ ഓരോ സബ്ജക്റ്റിനും ഓരോ ആളുകൾ തന്നെ. അല്ല, സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാരാ? അത് അവിടെ അച്ഛന്മാരാണ് നടത്തുന്നത്. ഓ ശരി. അത് പള്ളിയിലെ അച്ഛന്മാർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ അധ്യാപകനായിട്ട് പോകുന്നുണ്ട് അല്ലേ? 6 സെന്ററുകളിൽ കോഴിക്കോട്, മറ്റു തൃശ്ശൂർ, പലയിടങ്ങളിലായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ധാരാളം ശിശുഗണങ്ങൾ ഉണ്ടാവും എന്തായാലും. സ്ഥിരമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് സ്കൂളിൽ. ഈ ജാസ് കിറ്റ് പഠിക്കാൻ വരുന്ന ഒരു കുട്ടി ബേസിക്കലി ആദ്യം എന്താ പഠിപ്പിക്കുന്നത്? ബേസിക്കലി ആദ്യം അവർക്ക് എക്സസൈസ് കൊടുക്കും. അല്ല, അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പഠിക്കാൻ തുടങ്ങുന്നതിന് എന്തെങ്കിലും ഒരു പ്രായമുണ്ടോ? അങ്ങനൊന്നുമില്ല. അത്യാവശ്യം ഒരു 5 വയസ്സ് 6-7 വയസ്സൊക്കെ ആയവർക്ക് തുടങ്ങാം. അപ്പോൾ ടാലൻ്റാണ് പ്രശ്നം, അതിനുള്ള അഭിരുചിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ. ഞാൻ പിന്നെ സ്പ്രിങ്സിലായിട്ട് ഇപ്പോൾ ഒരു 11-12 വർഷമായി അവിടെ തന്നെ ഇപ്പോഴും പോകുന്നത്. സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂൾ. ഓക്കെ. അവിടെ 12 വർഷമായിട്ട് അവിടുത്തെ മ്യൂസിക് അധ്യാപകൻ. അവിടെ കുട്ടികളെ എന്തെല്ലാം പഠിപ്പിക്കുക? അവിടെ ഡ്രംസ്, പെർക്കുഷൻ, താളവാദ്യങ്ങളെല്ലാം പഠിപ്പിക്കും. ചെണ്ട, ഡ്രംസ്, കോങ്കോ ഡ്രംസ്. അതുപോലെ എല്ലാ ക്ലാസ്സിലെ കുട്ടികളും നിർബന്ധമായി ക്ലാസ്സിലിരിക്കണം എന്നുണ്ടോ? അതോ ടേസ്റ്റുള്ള കുട്ടികളാണോ? ഇഷ്ടമുള്ള മ്യൂസിക് പീരീഡിൽ അവർക്ക് ഇഷ്ടമുള്ളതിന് പോവാം, വരാം. വോക്കലിന് പോവാം, ഇൻസ്ട്രുമെന്റ് ഗിത്താർ, വയലിൻ പഠിക്കാൻ പോവാം. എന്തായാലും കുട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം, അത് സ്കൂളുകാർ നിർബന്ധമാണ്. ഡാൻസിന് പോവാം, അവർക്ക് ഇഷ്ടമുള്ളതിന് എന്താ അവർ എന്തെങ്കിലും അവർക്കുള്ളവർ അവരിൽ അവർക്ക് ഇഷ്ടമുള്ളതിന് പോവാം. ഓക്കെ. മാഷ് ഇപ്പോൾ ഈ 10-45 വർഷമായിട്ടേ എന്തെങ്കിലും ഒരു നിരാശ തോന്നുന്നുണ്ട്? ഇങ്ങനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വിചാരിച്ച പോലെയുള്ളൊരു അംഗീകാരം ലഭിക്കാതെ പോയി, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കെന്താ പറയുക, ഞാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആളുകൾ കുറേ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്, നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ആൽമരം എന്ന് പറഞ്ഞ ബാൻഡിൽ വായിക്കുന്ന പയ്യൻ, അങ്ങനെ കുറേ ആളുകൾ, ചെക്കന്മാരൊക്കെ എൻ്റെ ശിഷ്യന്മാരാണ്. അല്ല, ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഉണ്ടല്ലേ? സുഖമായിട്ട്. അതായത് ദക്ഷിണ നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്നർത്ഥം. ദക്ഷിണ അങ്ങനൊന്നും വാങ്ങില്ല, എനിക്ക് ആ ഒരു ആചാരമൊന്നുമില്ല. ദക്ഷിണ വാങ്ങുക, നമ്മളവരെ കാൽക്കുല വീഴ്ത്തുക, അങ്ങനത്തെ ഒരു ഇതൊന്നും ചെയ്യില്ല. അല്ല, അത് ഇതിൻ്റെ ഒരു പാർട്ടാണല്ലോ. അത് ശരിയാണ്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അവർക്ക് കുട്ടികൾക്ക് ആവശ്യം എന്താ വെച്ചാൽ, അല്ല, ഗുരുക്കളെ വന്ദിക്കാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കണം. അതുണ്ടാവും, അത് നിർബന്ധമായിട്ട് വേണം. അത് നമ്മളതിനോട് അത് ഇഷ്ടമല്ലെങ്കിൽ പോലും അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടി ചോദിക്കണം. ഈ എടക്ക, അതൊരു പുരാതനമായ നമ്മളെ ക്ഷേത്ര
വാദ്യമാണ്, അത് ഉപകരണമാണത്. അതിനൊരുപാട് അതിൻ്റെ ഒരു ഐതിഹ്യം തന്നെ വേറെ ഉണ്ട്, ഇടക്കനെ കുറിച്ചുള്ള. അത് സോപാന സംഗീതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം മാഷക്ക് ഈ ഇടക്ക വായിക്കാൻ വലിയ താല്പര്യമുള്ള ആളാണെന്നറിയാം. സാധാരണ നമ്മൾ രാമൻ പൊതുവാളാണ് ഇതിൻ്റെ ഒരു ഗുരുവായിട്ട് നമ്മൾ എല്ലാവരും തലതൊട്ടപ്പനായിട്ട് കാണുന്ന ഒരാൾ അദ്ദേഹമാണ്. അപ്പം മാഷയിൽ ഇടക്കയിൽ ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം വായിക്കാം നമുക്ക്. വന്ദേ മുകുന്ദ ഹരേ ജയ സൗരേ സന്ദാബഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാമിന്റെ താരകപുരിയവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും കമ്പാടി പൈക്കളുമെവിടെ ക്രൂരനിഷാദ സരം കൊണ്ടു നീറുമൻ നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപന സ്നേഹസതീർത്തന്റെ കാൽക്കലൻ തന്നെ പ്രണാമം കാൽക്കലൻ തന്നെ പ്രണാമം കാൽക്കലൻ കണ്ണീർ പ്രണാമം കാൽക്കലൻ കണ്ണീർ പ്രണാമം. നല്ല വരികളാണത്. കാരണം കുചേലൻ്റെ ശ്രീകൃഷ്ണനോടുള്ള വിധേയത്വമുണ്ടല്ലോ, എല്ലാ ഇഷ്ടങ്ങളും ആ വരികളിലുണ്ട് കുറച്ച്. വളരെ നന്നായിട്ട്. മാഷത് കൂടാതെ മറ്റ് രംഗങ്ങളിൽ എന്തെങ്കിലും കലാരംഗമായിട്ട് അഭിനയം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അഭിനയങ്ങള് പാട്ട് പാടുന്നു നേരത്തെ പറഞ്ഞു. മോണാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വർഷം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജില്ലയിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകാഭിനയമൊക്കെ ഉണ്ടോ? നാടകം അഭിനയിച്ചിരുന്നു, നാടകത്തിൽ അഭിനയിച്ചിരുന്നു. നാടകങ്ങൾക്ക് ഒരുപാട് വർഷം വായിക്കാൻ പോയിട്ടുണ്ട്, സ്റ്റേറ്റ് വരെ. ബാക്ക്ഗ്രൗണ്ട് വായിക്കാൻ വേണ്ടി. പിന്നെ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുക, അത് പ്രോഗ്രാമിന് വായിക്കുക എന്നുള്ള ഇതിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോഴും പ്രോഗ്രാമിന് പോകും, ഫ്യൂഷനൊക്കെ പോലുണ്ട്, വയലിൻ ഫ്യൂഷന് പോലുണ്ട്. ഇപ്പോൾ പിന്നെ അതേപോലെ ഒരു ഭജൻസ് ഉണ്ട്, അങ്ങനെ അവരെ കൂടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ ഇതിലും പോലുണ്ട്. നമുക്ക് ഫോക്കസിന് ഏറെ അഭിമാനമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ മോളെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. മനോഹരമായി പാടുന്ന കുട്ടിയാണ്, വളരെ അഭിമാനിക്കാവുന്ന ഒരു മോള്. വളരെ നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ മ്യൂസിക് ടീച്ചറാണല്ലോ അല്ലേ? ഓക്കെ. വേറെ മറ്റുള്ള മക്കളൊക്കെ? മറ്റുള്ള രണ്ടുപേരുണ്ടത്. അവര് ഇപ്പോൾ അവര് ഒക്കെ പോളിയിൽ കഴിഞ്ഞാണ്, പോളിടെക്നിക്കില്. പിന്നെ അപ്പോൾ ഒരാൺകുട്ടിയും രണ്ടാൺകുട്ടികളും മോള് വൃന്ദ മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാൺകുട്ടികൾ. ഇന്ന് വിഷുവാണ്. എല്ലാവരും മലയാളികൾ മുഴുവനും വിഷു ആഘോഷിക്കുന്ന തിരക്കിലാണ്. വിഷുവിന്റെ പേരിൽ പല ഐതിഹ്യങ്ങളുണ്ട്. എന്തായാലും ഇതൊരു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ വരവിനെ സൂചിപ്പിക്കുന്ന ആഘോഷമാണ്. അതായത് വരുന്ന ആളുകൾ നമുക്ക് ഐശ്വര്യത്തിൻ്റെതാവട്ടെ അല്ലെങ്കിൽ സമൃദ്ധിയുടേതാവട്ടെ എന്ന് സൂചിപ്പിക്കുന്ന, മാത്രമല്ല മലയാളികളുടെ വർഷാരംഭത്തിൻ്റെ സൂചന കൂടിയാണല്ലോ വിഷു. ഈ വിഷു ദിനത്തിൽ എന്താണ് ഫോക്കസിൻ്റെ പ്രേക്ഷകരോട് മാഷ്ക്ക് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് ഇതിൻ്റെ ഈ പരിപാടി എല്ലാവരും കാണണം എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനൊരു അവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതും പ്രത്യേകിച്ച് ഈ വിഷു ദിവസങ്ങളിലൊക്കെ തന്നതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പലപ്പോഴും അറിയപ്പെടേണ്ട കലാകാരന്മാരുണ്ട്. പലരും അറിയപ്പെടേണ്ട ആളുകളാണ്, പക്ഷെ പല കാരണങ്ങളാൽ അറിയപ്പെടാതെ പോകുന്നവരുണ്ട്. അത്ര ആളുകളെ തേടിപ്പിടിച്ച് പ്രേക്ഷകർക്ക് മുമ്പാകെ അവതരിപ്പിക്കലാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്. അതിലൊരാളാണ് മാഷ്. ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയതിന് വളരെ അധികം നന്ദിയുണ്ട്. ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും നല്ല വിഷു
ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും ജീവിതത്തിൽ ഈ സംഗീത ഉപകരണങ്ങൾ പഠിപ്പിക്കുന്ന വലിയൊരു അധ്യാപകനാണ് താങ്കൾ. ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്. ഇനിയും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷുദിനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടക്കയിലൂടെ ഒരാശംസ. ഇടക്കയിലൂടെ വേണ്ട, ഞാൻ അതിൽ വായിച്ചിട്ട് 4 വരി പാടാം. എനിക്ക് ഞാൻ ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി ഇടയ്ക്കയിൽ അത്ര വിദഗ്ധനല്ല. എന്നെ പൊരുണ്ണികൃഷ്ണനാണ് സാറാണ് എന്നെ ഇടയ്ക്ക് പഠിപ്പിച്ചിരുന്നത്. അന്ന് ക്ലാസിക്കൽ ഡാൻസിന് മോഹിനിയാട്ടത്തിന് നമ്മൾ ഇടയ്ക്ക് നിർബന്ധമായിരുന്നു മത്സരത്തിന് വായിക്കൽ. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ കുറച്ച് കാലം മൂപ്പരത്ത് പഠിക്കാൻ പോയി, അത്രേ ഉള്ളൂ. അപ്പം അതൊന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും തുകിൽ ചാത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. അണിഞ്ഞു കാണണം ഭഗവാനെ. അണിഞ്ഞു കാണണം ഭഗവാനെ. അണിഞ്ഞു കാണണം ഭഗവാനെ. അപ്പം ഇടക്കയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ മനോഹരമായ ഒരു ആശംസയാണ് താങ്കൾ അർപ്പിച്ചത്. ഫോക്കസിൻ്റെ ഈ ഉപഹാരം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ വർഷത്തെ വിഷു എല്ലാവർക്കും പ്രതീക്ഷയുടെ വിഷു ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു.